എല്ലാവർക്കും എജുലൈറ്റ് PSC യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പ്യൂട്ടറിലെ മെമ്മറീനെ കുറിച്ചായിരുന്നു അല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മെമ്മറീൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞ് ഇതായിരുന്നു ആ ക്ലാസ്സിൽ അല്ലേ. അപ്പോൾ അതിൽ പ്രൈമറി മെമ്മറി എന്താണെന്ന് പറഞ്ഞു, സെക്കൻഡറി മെമ്മറി എന്താണെന്ന് പറഞ്ഞു, പ്രൈമറി മെമ്മറിയിൽ വരുന്നത് ഏതൊക്കെയാണ്, സെക്കൻഡറി മെമ്മറിയിൽ വരുന്നത് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് അതിൽ ഓരോന്നങ്ങ് എടുത്ത് പഠിക്കാം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഇന്ന് നോക്കുന്നത് പ്രൈമറി മെമ്മറിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായ അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയിൽ പെടുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയായ റാമിനെ കുറിച്ചാണ്. അപ്പോൾ ഏതാണ് റാം? റാം എക്സ്പാൻഷൻ പഠിക്കണം. റാം എന്ന് പറഞ്ഞാൽ എന്താ? റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് റാമിൻ്റെ എക്സ്പാൻഷൻ അല്ലേ. ഇനി റാം നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുമ്പം ആദ്യമേ പഠിക്കുന്ന ഒന്നാണ്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതുമായിരിക്കും അല്ലേ. അപ്പം റാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഒരു മെയിൻ മെമ്മറിയാണ്. ഇറ്റ്സ് എ മെയിൻ മെമ്മറി. കമ്പ്യൂട്ടറിൻ്റെ ഒരു മെയിൻ മെമ്മറിയാണ് ഇത് റാം. ഓക്കെ, റാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഒരു മെയിൻ മെമ്മറിയാണ്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് എ സെമി കണ്ടക്ടർ മെമ്മറി. ഇറ്റ് ഈസ് എ സെമി കണ്ടക്ടർ മെമ്മറി. നമ്മൾ പ്രൈമറി മെമ്മറി പറഞ്ഞപ്പം പറഞ്ഞു പ്രൈമറി മെമ്മറി എന്ന് പറയുന്ന ഒരു സെമി കണ്ടക്ടർ മെമ്മറിയാണെന്ന്. അപ്പം റാം എന്താണ്? ഒരു പ്രൈമറി മെമ്മറി അല്ലേ. അപ്പം റാം എന്താണ്? ഒരു സെമി കണ്ടക്ടർ മെമ്മറിയാണ്. അതേപോലെ അതിന് എന്ത് പറയും? ഒരു മെയിൻ മെമ്മറിയാണെന്ന് പറയും. അതേപോലെ തന്നെ റാമിന് മറ്റ് വിശേഷണങ്ങളുണ്ട്. ഇറ്റ്സ് എ വർക്കിംഗ് മെമ്മറി എന്നും പറയും. റാമിൻ്റെ മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ റാമിൻ്റെ മറ്റൊരു വിശേഷണമാണ് എന്താ? ഇറ്റ്സ് എ വർക്കിംഗ് മെമ്മറി. വർക്ക് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് ഇത് റാം. അങ്ങനെയും ഓർത്ത് വയ്ക്കാം. ഓക്കെ, റാം ഈസ് എ വർക്കിംഗ് മെമ്മറി, റാം ഈസ് എ സെമി കണ്ടക്ടർ മെമ്മറി, റാം ഈസ് എ മെയിൻ മെമ്മറി. ഓക്കെ, ഇനിയുമുണ്ട് കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് ഏരിയ എന്നും കൂടിയാണ് റാമിനെ പറയാം. റാം ഈസ് ഓൾസോ നോൺ ആസ് വർക്കിംഗ് ഏരിയ ഓഫ് ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് ഏരിയ എന്നും പറയുന്നത് റാമിനെ നമ്മൾ പറയും. അപ്പം വർക്കിംഗ് മെമ്മറി എന്ന് പറയും. അതേപോലെ തന്നെ നമ്മളിലേക്ക് എഴുതാം കമ്പ്യൂട്ടറിൻ്റെ എന്താണ്? വർക്കിംഗ് ഏരിയ. കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് ഏരിയ. കമ്പ്യൂട്ടറിൻ്റെ എന്താണ്? വർക്ക് ഏരിയ ആണ് ഏത്? വർക്കിംഗ് ഏരിയ ആണ് ഏത്? വർക്ക് ഏരിയ എന്ന് എഴുതിയിട്ടുള്ളത്. വർക്കിംഗ് ഏരിയ ആണ് ഏത്? റാം. അപ്പം റാമിന് എന്തൊക്കെ പേരുകളായി? റാമിന് എന്തൊക്കെ? റാം എന്ന് പറഞ്ഞാൽ എന്താ? റാൻഡം ആക്സസ് മെമ്മറി അല്ലേ. റാമിൻ്റെ ഫുൾ ഫോം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി. റാമിൻ്റെ വിശേഷണങ്ങൾ എന്താണ്? ഇറ്റ്സ് എ കമ്പ്യൂട്ടർ വർക്കിംഗ് ഏരിയ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ വർക്ക് ഏരിയ ആണ്. അതേപോലെ തന്നെ വർക്കിംഗ് മെമ്മറി എന്ന് പറയും, സെമി കണ്ടക്ടർ മെമ്മറി എന്ന് പറയും, മെയിൻ മെമ്മറി എന്നും പറയും. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒന്നും കൂടെ ഉണ്ട് റാമിനെ കുറിച്ച് പറയുമ്പം. റാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വോളറ്റൈൽ മെമ്മറി. റാം ഈസ് എ വോളറ്റൈൽ മെമ്മറി. എന്താ വോളറ്റൈൽ മെമ്മറി? വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു കമ്പ്യൂട്ടറിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പം റാമിൽ എല്ലാ വിവരങ്ങളും ഉണ്ടാവും. നമ്മൾ കമ്പ്യൂട്ടർ ഇങ്ങനെ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ റാമിൽ എന്താവും? വിവരങ്ങളുണ്ടാവും. വെനെവർ ദ കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ്, അതായത് കമ്പ്യൂട്ടർ എപ്പോഴൊക്കെ ഓഫ് ആവുന്നു, ഓഫായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? റാമിൽ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അവിടെ വെച്ചിട്ട് എന്താവും? ഡിം പോവും അല്ലേ. അപ്പോൾ റാം എങ്ങനെയാണ്? കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്യുമ്പം, അതായത് വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ളൊരു മെമ്മറിയാണ് ഏത്? റാം. റാം എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് കമ്പ്യൂട്ടർ ഓഫ് ചെയ്തോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പവർ ഓഫ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റാമിലുള്ള എല്ലാ കാര്യങ്ങളും പോയി പോവും അല്ലേ. ഇനി ഞാൻ പ്രൈമറി മെമ്മറി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേനു, പ്രൈമറി സെക്കൻഡറി പറഞ്ഞപ്പം വോളറ്റൈൽ മെമ്മറിയും നോൺ വോളറ്റൈൽ മെമ്മറിയും. അതാണ് റാം എന്താണ്? ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ റാമിൻ്റെ കുറേ വിശേഷണങ്ങൾ ഇവിടെ പറഞ്ഞു അല്ലേ. ഇനി റാം ആരാ കണ്ടെത്തിയതെന്ന് വേണ്ടേ? റാം എന്ന് പറയുന്ന ഒരു ചിപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തത് ആരാണ്? ഡെവലപ്പ് ചെയ്തെടുത്തത് 1968 റോബർട്ട് ഡെന്നാർഡാണ്. ആരാണ്? റോബർട്ട് ഡെന്നാർഡ്. റോബർട്ട് ഡെന്നാർഡാണ് 1968 റാം കണ്ടെത്തിയത്, അല്ലെ റാം ഡെവലപ്പ് ചെയ്ത് എടുത്തത്. ഇനി 2 ടൈപ്സ് റാം ഉണ്ട്. റാമിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി എത്ര ടൈപ്പ് ഉണ്ടെന്ന് പറയണ്ടേ? ദർ ആർ 2 ടൈപ്സ് റാംസ്. 2 ടൈപ്പ് റാമുകളുണ്ട്. ഏതൊക്കെയാണ്? എസ് റാം, അതേപോലെ ഡി റാം. ഏതൊക്കെയാണ്? എസ് റാം, അതേപോലെ ഡി റാം. അപ്പം ദർ ആർ 2 ടൈപ്സ് ഓഫ് റാം. ദേ ആർ എസ് റാം ആൻഡ് ഡി റാം. അപ്പം നമുക്കിനി എസ് റാം എന്താ, ഡി റാം എന്താന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മളിത് പറയുന്നത് എസ് റാമിനെ കുറിച്ചാണ്. എസ് റാം. എസ് റാം എന്ന് പറയുന്നതിൽ ഫുൾ ഫോം ആദ്യം പഠിക്കാം. സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി. അത് ഞാൻ ഇവിടെ എഴുതുന്നില്ല. സ്റ്റാറ്റിക് റാം എന്നാണ് ഫുൾ ഫോം. അതായത് സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി. ഓക്കെ. അപ്പം എസ് റാം നിർമ്മിക്കാൻ ഡി റാമിനേക്കാളും എന്താണ്, എക്സ്പെൻസ് കൂടുതലാണ്. അതേപോലെ എന്താണ്, ഡി റാമിനേക്കാളും വേഗത, സ്പീഡും എന്താണ്, കൂടുതലാണ് അല്ലേ. ഡി റാമിനെ വെച്ച് നോക്കുമ്പം, അതായത് ഡൈനാമിക് റാമിനെ വെച്ച് നോക്കുമ്പം എക്സ്പെൻസ് കൂടുതലാണ്, അതേപോലെ എന്താണ്, സ്പീഡും കൂടുതലാണ്. അതേപോലെ തന്നെ ഈ സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി അല്ലെ എസ് റാമിന് ഉള്ള പ്രത്യേകത വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എസ് റാമിൽ ഡാറ്റ നിലനിർത്താൻ, അല്ലെ ഡാറ്റേനെ നമുക്കിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ റീഫ്രഷിങ് വേണ്ട, റീഫ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ്, ഡാറ്റ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എസ് റാമിൽ റീഫ്രഷ് ചെയ്യേണ്ട. ഇനി ഇതിൽ ഡാറ്റേനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രാൻസിസ്റ്ററിൽ വോൾട്ടേജിൻ്റെ രൂപത്തിലാണ്. ട്രാൻസിസ്റ്ററിൽ നമ്മൾ വോൾട്ടേജിൻ്റെ രൂപത്തിലാണ് ഡാറ്റേനെ സ്റ്റോർ ചെയ്യുക. ഡി റാമിനെ കൺസിഡർ ചെയ്യുമ്പം എന്താണ്, എക്സ്പെൻസും കൂടുതലാണ്, അതേപോലെ സ്പീഡും കൂടുതലാണ്. ഓക്കെ. അപ്പം ഇതിൽ റീഫ്രഷ് ചെയ്യേണ്ട, എന്താണ്, ഡാറ്റനെ നിലനിർത്താൻ റീഫ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്? ട്രാൻസിസ്റ്ററിൽ വോൾട്ടേജ് രൂപത്തിലാണ്. കാഷെ മെമ്മറിയിലൊക്കെ ഈ റാമാണ് യൂസ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ഏതാ പറയേണ്ടത്? ഡി റാം അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് എസ് റാമിലുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം, ഇതിലൊന്നും ഒഴിവാക്കാനില്ലേ. ഇനി അടുത്തത് ഡി റാം. ഡി റാം എന്ന് പറഞ്ഞിട്ട് എന്താ, ഇതിൻ്റെ ഫുൾ ഫോം എന്താ? ഡൈനാമിക് റാം എന്നാണ്. ഡി റാമിൻ്റെ ഫുൾ ഫോം എന്താണ്? ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് ഡി റാമിൻ്റെ ഫുൾ ഫോം. ഇനി ഇതിന് എസ് റാമിന് നോക്കുമ്പം ഇതിന് വേഗത കുറച്ച് കുറവാണ്, അതേപോലെ തന്നെ എക്സ്പെൻസും കുറവാണ്. സാധാരണ മോഡേൺ കമ്പ്യൂട്ടേഴ്സിലൊക്കെ ഏതാണ്, ഈ ഡി റാമാണ് യൂസ് ചെയ്യുക. മോഡേൺ കമ്പ്യൂട്ടേഴ്സിൽ ഈ ഡി റാമാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ. അപ്പം ഡി റാം എന്താണ് നമ്മൾ പറഞ്ഞത്? എക്സ്പാൻഷൻ ആദ്യം പറഞ്ഞു. അതേപോലെ തന്നെ മോഡേൺ കമ്പ്യൂട്ടേഴ്സിലൊക്കെ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഡി റാമാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൽ എങ്ങനെയാണ്
ഡാറ്റ നിലനിർത്താൻ എന്താണ് റീഫ്രഷിങ് വേണം. നമ്മൾ SRAM പറഞ്ഞപ്പം പറഞ്ഞു അതിൽ ഡാറ്റകളെ നിലനിർത്താൻ എന്ത് വേണ്ട, റീഫ്രഷിങ് വേണ്ട. പക്ഷെ ഇവിടെ എന്ത് വേണം, റീഫ്രഷിങ് വേണം. ഇനി ഡാറ്റകൾ എങ്ങനെയാണ് ആവുന്നത്, ഡാറ്റകൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ കപ്പാസിറ്ററാണ്. ഇവിടുത്തെ കപ്പാസിറ്ററിൽ ഇവിടെയുള്ള കപ്പാസിറ്ററുകൾ ഇലക്ട്രിക് ചാർജിൻ്റെ രൂപത്തിൽ, എങ്ങനെയാണ് കപ്പാസിറ്ററിൽ ഇലക്ട്രിക് ചാർജിൻ്റെ രൂപത്തിലാണ് ഡാറ്റകൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത് കപ്പാസിറ്ററിൽ ഇലക്ട്രിക് ചാർജിൻ്റെ രൂപത്തിലാണ്. അപ്പം ഇതിൽ അങ്ങനെ ഓർത്ത് മറന്നു പോകേണ്ട അല്ലെ ടഫാവുന്ന ഭാഗങ്ങളൊന്നുമില്ലല്ലോ. DRAM എന്ന് പറയുന്നത് എന്താ, ഡൈനാമിക് റാം എന്നാണ്, അല്ലെങ്കിൽ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. മോഡേൺ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്നത് DRAM ആണ്. ഡാറ്റ നിലനിർത്താൻ റീഫ്രഷിങ് ആവശ്യമാണ്. അതേപോലെ ഡാറ്റ വരുന്നത് എങ്ങനെയാണ്, കപ്പാസിറ്ററിൽ ഇലക്ട്രിക് ചാർജിൻ്റെ രൂപത്തിലാണ് ഡാറ്റേനെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ റാമിനുമായിട്ട് നമുക്ക് ബേസ് ചെയ്ത് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പ്രൈമറി മെമ്മറിയിലെ ആദ്യത്തെ ഭാഗമായ റാമിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ റാം എന്താണെന്ന് പറഞ്ഞു, റാമിൻ്റെ കുറേ വിശേഷണങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂടെ റാമിലെ 2 ടൈപ്സ് റാമുകളുള്ളത് അതും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള കമ്പ്യൂട്ടറുമായി ബേസ് ചെയ്തിട്ടുള്ള 2 ഡേറ്റുകളുണ്ട്. ആ ഡേറ്റ് ഒന്ന് നോക്കാം. ഏതൊക്കെയാ? ഒന്ന് November 30. ഏതാണ്? November 30. November 30ൻ്റെ പ്രത്യേകത എന്താ? November 30 കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. എന്താണ്? കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. കമ്പ്യൂട്ടറിന് എഴുതണ്ടല്ലോ, സാക്ഷരത പോരെ. കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമാണേത്? November 30. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഡേറ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് December 2. December 2 എന്താ? അതും സാക്ഷരതാ ദിനമാണ്. പക്ഷെ എന്താ? ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമാണ്. കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്ന് ചോദിച്ചാൽ November 30. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്ന് ചോദിച്ചാൽ ഏത് വരും? December 2 വരും. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. ഓക്കെ, ഇത് കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. December 2 ആകുമ്പോൾ ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. ഈ 2 ഡേറ്റുകൾ കൂടി നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ച റാമിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാലോ, ഒന്ന് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയണേ. ഇപ്പോൾ റാം എന്താ? റാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൈമറി മെമ്മറി അല്ലേ? പ്രൈമറി മെമ്മറിയാണ്. പിന്നെ ഇറ്റ്സ് എ വോളറ്റൈൽ മെമ്മറി, ഇറ്റ്സ് എ കമ്പ്യൂട്ടർ മെമ്മറി, ഇറ്റ്സ് എ കമ്പ്യൂട്ടർ വർക്കിംഗ് മെമ്മറി, വർക്കിംഗ് ഏരിയ അല്ലേ, വർക്കിംഗ് ഏരിയ മെമ്മറി. ദെൻ പിന്നെന്താ? ഇറ്റ്സ് എ മെയിൻ മെമ്മറി അല്ലേ? പിന്നെയോ ഒരു ടെമ്പററി മെമ്മറിയാണ് അല്ലേ? ഇനി റാമിൻ്റെ പ്രത്യേകത എന്താ? റാമിൻ എന്ന് പറഞ്ഞാൽ റാമിലെ ആ മെമ്മറീൻ്റെ ഏത് ഭാഗത്ത് നിന്നും നമുക്ക് ഡാറ്റേനെ ആക്സസ് ചെയ്യാം കേട്ടോ. അതായത് റാം എന്ന് പറയുന്ന മെമ്മറിയുടെ ഏത് ഭാഗത്ത് നിന്ന് നമുക്ക് എന്താ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി റാമിൽ നമ്മൾ പറഞ്ഞു ആരാ കണ്ടെത്തിയത്? 1968 റോബർട്ട് ഡെൻഹാർഡ് അല്ലേ? റോബർട്ട് ഡെന്നാർഡ് ആണ് 1968 എന്ത് കണ്ടെത്തിയത് അല്ലെ എന്ത് വികസിപ്പിച്ചെടുത്തത്? റാം വികസിപ്പിച്ചെടുത്തത് അല്ലേ? ദർ ആർ 2 ടൈപ്സ് റാം. 2 ടൈപ്പ് റാമുകളുണ്ട്. ഏതൊക്കെയാണ്? SRAM-ഉം DRAM-ഉം. അപ്പോൾ DRAM എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് നമ്മൾ പറയുക. എന്താണ് പ്രത്യേകത? SRAM-നെ കൺസിഡർ ചെയ്യുമ്പം ചിലവും കുറവാണ്, വേഗതയും കുറവാണ്. ഇനി ഇവിടെ ഡാറ്റ നമുക്ക് നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? റീഫ്രഷിങ് വേണം.
ഇനി ഡാറ്റ ഏത് രൂപത്തിൽ അവിടെ സ്റ്റോർ ചെയ്യുക? കപ്പാസിറ്ററിൽ ഇലക്ട്രിക് ചാർജിൻ്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്യുക. ഇനി നമ്മുടെ SRAMനെ കുറിച്ച് പറഞ്ഞു. എന്താണ്? സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി. അപ്പം SRAM എന്താ പ്രത്യേകത? DRAMനെ കൺസിഡർ ചെയ്യുമ്പം എക്സ്പെൻസ് കൂടുതലാണ്, അതേപോലെ തന്നെ എന്തും കൂടുതലാണ്? വേഗതയും കൂടുതലാണ് അല്ലേ? ഇനി SRAMൽ റീഫ്രഷ് ചെയ്യണോ ഡാറ്റ നിലനിർത്താൻ? വേണ്ട. അപ്പോൾ ഡാറ്റ എങ്ങനെയാണ് അതിൽ സ്റ്റോർ ചെയ്യുന്നത് SRAMൽ? അവിടെ ട്രാൻസിസ്റ്ററിൽ, അവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ട്രാൻസിസ്റ്ററിൽ വോൾട്ടേജിൻ്റെ രൂപത്തിലാണ് അവിടെ ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കമ്പ്യൂട്ടറിൻ്റെ ഇതിൽ വരുന്ന 2 ഡേറ്റുകളും പറഞ്ഞു. ഏതാണ്? നവംബർ 30 ഡിസംബർ 2. നവംബർ 30 കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനവും ഡിസംബർ 2 എന്താ? ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇതൊക്കെ ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്ന് നന്നായി പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പ്രൈമറി മെമ്മറിയിൽ തന്നെയുള്ള അടുത്ത ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.